ഹായ് മക്കളെ, ചില സമയത്ത് നിങ്ങൾക്ക് തോന്നാറുണ്ടോ എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല, എൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കുന്നില്ല, കുറേയധികം ആഗ്രഹങ്ങളുണ്ട്, അതെന്താ നടക്കാത്ത, അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരാറുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചിന്തകൾ തന്നെയാണ് അതിനെ ബ്ലോക്ക് ചെയ്തത്. മിക്കവരും ചിന്തിക്കുന്നത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതി കറക്റ്റ് ആണ് എന്നാണ്. പക്ഷെ അവരറിയാതെ നെഗറ്റീവ് ചിന്തകൾ അവരുടെ ആഗ്രഹത്തെ ക്യാൻസൽ ചെയ്യണം. അപ്പൊ നിങ്ങൾ മണി മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലവ്, അതുപോലെ സക്സസ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ 1000 ഇരട്ടി വേഗത്തിൽ എത്തിക്കാൻ സഹായിക്കുന്ന സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ ശ്രദ്ധിച്ച് വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്ന ആ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ചിന്തകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരും. അപ്പൊ നമ്മുടെ മനസ്സിനെ ഇൻസ്റ്റന്റ് ആയിട്ട് റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള പോസിറ്റീവ് റീപ്രോഗ്രാമിംഗ് ടെക്നിക്സ്, റീപ്ലേസ്മെന്റ് ടെക്നിക്സ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ. അപ്പൊ ഒന്നാമതായിട്ട് മെയിൻ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെനിക്ക് വർക്ക് ചെയ്യുമോ, ഇതൊക്കെ നടക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പല ചിന്തകളും മനസ്സിലേക്ക് വരാറ്. അത് ഡൗട്ട് വരും. മാനിഫെസ്റ്റേഷൻ തടയാനായിട്ട് ഒരൊറ്റ ഡൗട്ട് മതി. നമ്മളിപ്പോൾ കാർ ഓടിച്ച് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡൗട്ട് വരുന്നത്. അപ്പൊ യൂണിവേഴ്സ് ലിസൺ ടു യുവർ വൈബ്രേഷൻ, നോട്ട് യുവർ വേർഡ്സ്. യൂണിവേഴ്സ് നിങ്ങളുടെ വാക്കുകൾക്ക് അനുസരിച്ചല്ല, നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ചാണ് പ്രതികരിക്കുന്നത്. നിങ്ങളുടെ വൈബ്രേഷൻ പറയുന്നത് എനിക്കതിൽ വിശ്വാസമില്ല എന്നുള്ളതാണെങ്കിൽ യൂണിവേഴ്സ് അത് തന്നെ നടത്തി തരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അതിനെ, ആ നെഗറ്റീവ് തോട്ടിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പോസിറ്റീവായിട്ട് ഇങ്ങനെ പറയുക, ഞാൻ പൂർണ്ണമായും യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായും യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലിടൂ, ഐ ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, ഐ ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. അപ്പോൾ മനസ്സിൽ പറഞ്ഞു, ഞാൻ എൻ്റെ യൂണിവേഴ്സിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ യൂണിവേഴ്സ് എനിക്ക് നടത്തി തരിക തന്നെ ചെയ്യും, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നിലേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് ആവർത്തിച്ച് 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 പറയാം. അപ്പോൾ നമ്മുടെ ഡൗട്ട് മാറിക്കിട്ടും. മനസ്സിലാവുന്നോ? ഇനി രണ്ടാമത്തെ നെഗറ്റീവ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ആൻഡ് വറി. വാട്ട് ഇഫ് ഐ ഫെയിൽ? ഞാൻ തോറ്റുപോയാലോ, എനിക്കത് കിട്ടിയില്ലെങ്കിലോ, ആളുകൾ എന്നെ കളിയാക്കി ചിരിക്കുമോ? ഇങ്ങനെയുള്ള ചിന്തകള് നമ്മുടെ വൈബ്രേഷനെ ലോ ആക്കും. അപ്പൊ അതിനെ മാറ്റാനായിട്ട് എന്ത് പറയണം? എവറിത്തിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഫോർ മീ. എല്ലാം എനിക്ക് അനുകൂലമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. യൂണിവേഴ്സ് നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഗൈഡ് ചെയ്തു തരും. അപ്പൊ യൂണിവേഴ്സ് ഇസ് ഗൈഡിങ് മീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടെന്ന്? വിശ്വാസമുള്ളവര് ചാറ്റ് ബോക്സിൽ യൂണിവേഴ്സ് ഈസ് ഗൈഡിങ് മീ എന്നിടുക. തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കും. അപ്പൊ യൂണിവേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. ഇനി ചിലർക്ക് വരുന്ന ഒരു നെഗറ്റീവ് തോട്ടാണ് കംപ്ലൈനിങ് ആൻഡ് കമ്പാരിസൺ. എന്തുകൊണ്ട് എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല? ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും നടക്കുന്നില്ല. മറ്റുള്ളവരെ നോക്കി അവരൊക്കെ എന്ത് ലക്കിയാണ്, ഓരോ ദിവസം കഴിയും തോറും അവർ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അവരിലേക്ക് ഇഷ്ടം പോലെ പൈസ വരുന്നു, ഓപ്പർച്യൂണിറ്റി വരുന്നു, അവരൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരായി, എനിക്ക് മാത്രം ഒരു ഭാഗ്യമില്ല. യൂണിവേഴ്സ് എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനോട് പറയുന്നത് ഐ ഡോണ്ട് ഡിസർവ് ഇറ്റ്, എനിക്ക് അതിനുള്ള അർഹത ഇല്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കംപ്ലൈൻസ് നമ്മുടെ മാനിഫെസ്റ്റേഷനെ ബ്ലോക്ക് ചെയ്യും. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് പറയുക, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ ഹാവ്. എനിക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ള എല്ലാത്തിനും ഞാൻ യൂണിവേഴ്സിനോട് അങ്ങേയറ്റം നന്ദിയുള്ള വ്യക്തിയാണ്. നമുക്ക് എപ്പോഴും നന്ദി വേണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നന്ദി ഉണ്ടെങ്കിലേ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുള്ളൂ മക്കളെ. ചിലരൊക്കെ ലൈഫിലൊന്ന് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ അവർക്കുള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഭയങ്കര സംഭവമാണ്, ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ട് നേടിയതാണ് എന്നൊക്കെയുള്ളൊരു അഹങ്കാരം വരും. ഈ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഏണിയും പാമ്പും കളി കണ്ടിട്ടില്ലേ? ഇങ്ങനെ കളിച്ച് പോകും, ലാസ്റ്റ് പാമ്പ് വിഴുങ്ങി ഇങ്ങനെ താഴെ വരത്തില്ലേ? അതുപോലെ ആ പോക്കിനിങ്ങനെ താഴെ പോരും.
നന്ദി വേണം, മനസ്സിൽ കുറിച്ചിടുക. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അവരുടെ ആ ലൈഫിൽ സക്സസ് ഉണ്ടാവും. ചിലപ്പോൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് പോയതിനു ശേഷമായിരിക്കും അവർക്ക് സക്സസ് ഉണ്ടാവുന്നത്. പിന്നീട് ഫ്രീ ക്ലാസ്സിലോ അല്ലാതെയൊക്കെ വന്നിട്ട് ടീച്ചർമാരുടെ സക്സസ് സ്റ്റോറി പറയുന്നത് കേട്ടിട്ടില്ലേ, ടീച്ചർമാ എനിക്ക് എന്നെ അത് മാനിഫെസ്റ്റ് ആയിരുന്നതും ആ ഒരു നന്ദി. അപ്പോൾ ടീച്ചറിന്റെ മനസ്സിൽ ആ ഒരു ബ്ലെസ്സിങ്സ്, ഒരു ഗുരുവിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് ആണ് നമ്മൾ എപ്പോഴും നേടേണ്ടത്. ഓക്കെ, അപ്പോൾ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ ഓൾറെഡി ഹാവ് ആൻഡ് മോർ ബ്ലെസ്സിങ്സ് ഈസ് കമ്മിങ് ടു മീ ഈസിലി. കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് എപ്പോഴും പറയണം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് അത് മാനിഫെസ്റ്റേഷനെ മൾട്ടിപ്ലൈ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. ദൈവമേ എനിക്ക് തന്നതിനെല്ലാത്തിനും നന്ദി ദൈവമേ, ഇനിയും കൂടുതൽ കാര്യങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി ദൈവമേ, നന്ദി ദൈവമേ. അത്രയും ദൈവത്തോട് ചേർന്ന് ജീവിക്കാം മക്കളെ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർ കമൻറ്റിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്നിട്ട് നോക്കട്ടെ എത്ര പേര് കറക്റ്റായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, 4ാമത്തെ നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്നത് ഇംപേഷ്യൻസ് ആണ്. ക്ഷമയെന്ന് പറയുന്നതേ ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ കൂട്ടത്തിലാണ്. അതായത് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, വൈ ഈസ് ദിസ് ടേക്കിംഗ് സോ ലോങ്? ഇത്രയും താമസം എന്താ യൂണിവേഴ്സ്? ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുന്നു, അഫർമേഷൻ ചെയ്യുന്നു, ആ ടെക്നിക്ക് ചെയ്യുന്നു, ഈ ടെക്നിക്ക് ചെയ്യുന്നു, പക്ഷേ എന്താ എനിക്ക് മാത്രം നടക്കാത്ത? ഇത്രയും സമയം എന്തുകൊണ്ട് എടുക്കുന്നു? അപ്പം നമ്മൾ പ്രപഞ്ചത്തിലേക്ക് സെൻഡ് ചെയ്യുന്നത് ലാക്കിന്റെ ചിന്തകളാണ്, ഇല്ലായ്മയുടെ ചിന്തകളാണ്. നമ്മളൊരു മണ്ണിനകത്ത് മണ്ണ് കുഴിച്ചിട്ട് അതിനകത്തൊരു വിത്ത് നട്ടിട്ട് മണ്ണ് മൂടി എല്ലാ ദിവസവും ചെന്ന് ആ വിത്ത് മുളച്ചു വരുന്നുണ്ട് അതറിയാം മണ്ണ് മാന്തി നോക്കുന്നത് പോലെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി. ഇങ്ങനെ ചെയ്താൽ വിത്ത് മുളക്കില്ല. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും നടക്കാതെ പോകും. മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം? ഡിവൈൻ ടൈമിംഗ് ഈസ് പെർഫെക്റ്റ്. മക്കളെ, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആവുന്നില്ല, ചിലപ്പോൾ ഒരു ചെറിയ കാര്യമായിരിക്കും, അത് നടക്കുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ പുറകെ കൂടി എന്തായി നടക്കാത്തെന്ന് പറഞ്ഞ് ഞാൻ എന്റെ പുറകെ കൂടാറില്ല. ഞാൻ ചിന്തിക്കുന്ന അതിന്റെ സമയമാകുമ്പോൾ നടക്കും. ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ഡിവൈൻ ടൈമിങ്ങിൽ അത് നടന്നോളും എന്ന് വിശ്വസിച്ച് നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഫുൾ ടൈം ഹാപ്പി ആയിരിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. എത്ര പേര് ഫുൾ ടൈം ഹാപ്പി ആയിരുന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളവർ യെസ് എന്ന് കമന്റ് ഇടാം. മക്കൾ, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ടീച്ചർമയുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഉള്ളത്. ഇത് 30 days മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ് ആണ്. അതിന്റെ സെപ്റ്റംബർ മാസത്തെ ബാച്ച് സെപ്റ്റംബർ 1-ാം തീയതി ആരംഭിക്കുന്നു. ഒരുപാട് സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9526549978 എന്ന നമ്പറിൽ ടീച്ചർമയുടെ പേഴ്സണൽ സെക്രട്ടറി മിനിയെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നെഗറ്റീവ് തോട്ട് നമ്പർ 5 എന്ന് പറഞ്ഞാൽ സെൽഫ് ഡൗട്ട് ആൻഡ് അൺവർത്തിനെസ്. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ്. ഞാൻ അത്ര പോരാ, എനിക്കതിനുള്ള അർഹതയില്ല, എനിക്കതൊക്കെ കിട്ടുമോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഈ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാ അവസരങ്ങളെയും ബ്ലോക്ക് ചെയ്യും. തിരിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാം മക്കളെ. ഐ ആം വർത്തി, ഞാൻ വൃത്തിയാണ്, എനിക്കെല്ലാം കിട്ടും. നിങ്ങൾ ആരെയാ ഭയക്കുന്നത്? ചിലർക്ക് മനസ്സിലങ്ങ് ഭയങ്കര ടെൻഷനും അത് പറഞ്ഞു എനിക്ക് ടെൻഷനോ, എനിക്ക് ഒന്നും നടക്കുന്നില്ല. ഈ നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ തരുന്നത്. നമ്മുടെ മനസ്സിനെ ഒന്ന് റീപ്രോഗ്രാമിങ് ചെയ്തെടുത്ത് മനസ്സിനകത്തുള്ള നെഗറ്റീവ് ഒക്കെ ചപ്പും ചവറും എല്ലാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ സമാധാനം, എന്താ സ്വസ്ഥത. ജീവിതം ജീവിക്കാൻ ആക്ച്വലി ഭയങ്കര രസമാണ് മക്കളെ. ലൈഫ് ഈസ് സോ ഈസി ആൻഡ് എഫേർട്ട്ലെസ് എന്നാ പറയുക. ജീവിതം അത്രയും രസകരമാണ് ജീവിക്കാൻ. നമുക്ക് ജീവിതം ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ നടക്കുന്നുണ്ടാണ്. അപ്പം നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിറയ്ക്കുമ്പോൾ നമ്മുടെ ലൈഫ് മാറും. ഇപ്പം നിങ്ങളുടെ മനസ്സിനെ ഇതുവരെയും റീപ്രോഗ്രാമിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് ഒന്ന് റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. എന്നിട്ട് എന്നോടൊപ്പം പറഞ്ഞേ, ഐ ട്രസ്റ്റ്. ഞാൻ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തു. ഐ ട്രസ്റ്റ്, I am grateful, I am patient, I am worthy. ആ എനർജി ഒന്ന് ഫീൽ ചെയ്തേ. ഐ എം വർതി എന്ന് പറയുമ്പോൾ ആ പോസിറ്റീവ് ഫീലിംഗ് വരുന്നില്ലേ? യെസ്, ഇത് നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കും. ഈ വൈബ്രേഷൻ ഹൈ ആകുമ്പോൾ ഈസി ആയിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മക്കളെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനിപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ടീച്ചറും എപ്പോൾ ഒരു വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് പറ്റും. നിങ്ങൾ ടീച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെഗാമീറ്റർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിനകത്ത് ഫ്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് 28 days മാജിക് പ്രാക്ടീസ് വീഡിയോസ് ഡെയിലി ഗ്രൂപ്പിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ എനർജി ഹൈ ആയി നിങ്ങളുടെ
മാനിഫെസ്റ്റേഷൻസ് ഒക്കെ സൂപ്പർ ഈസി ആക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളുണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ടീച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. ലവ് യു മക്കളെ, ബ്ലെസ്സിങ്സ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.